ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പി എസ് സി വൈബ്. പി എസ് സി വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോക ചരിത്രത്തിലെ റഷ്യൻ വിപ്ലവത്തെ പറ്റിയിട്ടാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഫ്രഞ്ച് വിപ്ലവം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് റഷ്യൻ വിപ്ലവം. ഓക്കെ, SCERT ടെക്സ്റ്റ് ബുക്കിലെ ഫാക്ട്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ക്ലാസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. റഷ്യയിൽ സാമ്പത്തിക, ശാസ്ത്ര, സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി ഉണ്ടാക്കാൻ കാരണമായ വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം. റഷ്യയിൽ സാമ്പത്തിക, ശാസ്ത്ര, സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി ഉണ്ടാക്കാൻ കാരണമായ വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം. റഷ്യൻ വിപ്ലവം നടന്ന വർഷം ചോദിക്കാറുണ്ട് PSC. 1917. റഷ്യൻ വിപ്ലവം 1917 റഷ്യയിലെ ചക്രവർത്തിമാർ അറിയപ്പെട്ടിരുന്നത് സർ ചക്രവർത്തിമാർ എന്നാണ്. റഷ്യയിലെ ചക്രവർത്തിമാർ അറിയപ്പെട്ടത് സർ ചക്രവർത്തിമാർ. ഓക്കെ, ലോകത്തിൽ സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവം റഷ്യൻ വിപ്ലവമാണ്. ലോകത്തിൽ സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം. റഷ്യയിൽ മാർക്സിസം എന്ന ആശയത്തിന് രൂപം നൽകിയവരാണ് കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും. റഷ്യയിൽ മാർക്സിസം എന്ന ആശയത്തിന് രൂപം നൽകിയവരാണ് കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും. ഓക്കെ, റഷ്യൻ വിപ്ലവ സമയത്ത് മാർക്സിസത്തിൻ്റെ ആശയത്തെ അനുകൂലിച്ചുകൊണ്ട് റഷ്യയിൽ രൂപീകരിക്കപ്പെട്ട പാർട്ടിയാണ് സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. ഏതാണ്? സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. റഷ്യൻ വിപ്ലവ സമയത്ത് മാർക്സിസത്തിൻ്റെ ആശയത്തെ അനുകൂലിച്ചുകൊണ്ട് റഷ്യയിൽ രൂപീകരിക്കപ്പെട്ട പാർട്ടിയാണ് സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. ഈ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി പിന്നീട് രണ്ടായിട്ട് വേർപെട്ടു. സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രണ്ടായിട്ട് പിളർന്നു. അത് മെൻഷെവിക്കുകളെന്നും ബോൾഷെവിക്കുകളെന്നും. സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രണ്ടായിട്ട് പിരിഞ്ഞു, മെൻഷെവിക്കുകളെന്നും ബോൾഷെവിക്കുകളെന്നും. ഓക്കെ, മെൻഷെവിക്കുകൾ ന്യൂനപക്ഷമായിരുന്നു, ബോൾഷെവിക്കുകൾ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. മെൻഷെവിക്കുകൾ കുറഞ്ഞ ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. മെൻഷെവിക്കുകൾ ന്യൂനപക്ഷവും ബോൾഷെവിക്കുകൾ ഭൂരിപക്ഷവും ഉണ്ടായിരുന്നു. ഓക്കെ, മെൻഷെവിക്കുകളുടെ നേതാവായിരുന്നു അലക്സാണ്ടർ കെരൻസ്കി. ചോദിച്ചിട്ടുള്ളതാണ്. മെൻഷെവിക്കുകളുടെ നേതാവ് കെരൻസ്കി ആയിരുന്നു. മെൻഷെവിക്കുകളുടെ നേതാവ് ആരായിരുന്നു? അലക്സാണ്ടർ കെരൻസ്കി ആയിരുന്നു. ബോൾഷെവിക്കുകളുടെ നേതാക്കൾ രണ്ടുപേരുണ്ടായിരുന്നു, ലെനിനും ട്രോട്സ്കിയും. ലെനിനും ട്രോട്സ്കിയും ബോൾഷെവിക്കുകളുടെ നേതാവായിരുന്നു. ഓക്കെ, അപ്പോൾ മെൻഷെവിക്കുകളുടെ നേതാവ് അലക്സാണ്ടർ കെരൻസ്കി, ബോൾഷെവിക്കുകളുടെ നേതാക്കൾ ലെനിനും ട്രോട്സ്കിയും. ഓക്കെ, റഷ്യയും ജപ്പാനും തമ്മിലുള്ള യുദ്ധം നടന്നത് 1905 ചോദിച്ചിട്ടുണ്ട്. റഷ്യ ജപ്പാൻ യുദ്ധം നടന്ന വർഷം 1905. ഇനി രക്തരൂഷിതമായ ഞായറാഴ്ച നടന്നത് 1905 ജനുവരി 9. 1905 ജനുവരി 9 രക്തരൂഷിതമായ ഞായറാഴ്ച എന്ന സംഭവം നടന്നത്. എന്താണ് ഈ രക്തരൂഷിതമായ ഞായറാഴ്ച? അതായത് രാഷ്ട്രീയവാദവും പൗരവാദവും ഉന്നയിച്ച് തൊഴിലാളികൾ റഷ്യയിലെ പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് സമ്മേളിച്ച് പ്രകടനം നടത്തുകയുണ്ടായി. ഈ പ്രകടനത്തിന് നേരെ പോലീസുകാർ വെടിയുതിർക്കുകയും 100ഓളം തൊഴിലാളികളൊക്കെ മരിക്കുകയും ചെയ്ത സംഭവമാണ് രക്തരൂഷിതമായ ഞായറാഴ്ച എന്ന് അറിയപ്പെടുന്നത്. അത് 1905 ജനുവരി 9 നടന്നത്. എന്താണ്? രാഷ്ട്രീയവാദവും പൗരവാദവും ഉന്നയിച്ച് തൊഴിലാളികൾ റഷ്യയിലെ പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് സമ്മേളിച്ച് പ്രകടനം നടത്തി. ഈ പ്രകടനത്തിന് നേരെ പോലീസുകാർ വെടിയുതിർക്കുകയും 100ഓളം തൊഴിലാളികളൊക്കെ മരിക്കുകയും ചെയ്ത സംഭവമാണ് രക്തരൂഷിതമായ ഞായറാഴ്ച. രക്തരൂഷിതമായ ഞായറാഴ്ച എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. രക്തരൂഷിതമായ ഞായറാഴ്ച റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വർഷം 1905 ജനുവരി 9. ഓക്കെ, രക്തരൂഷിതമായ ഞായറാഴ്ച എന്ന സംഭവം നടന്ന സ്ഥലമാണ് പെട്രോഗ്രാഡ്. റഷ്യയിലെ പെട്രോഗ്രാഡിലാണ് രക്തരൂഷിതമായ ഞായറാഴ്ച നടന്ന സ്ഥലം. ഓക്കെ, ഇനി റഷ്യയിൽ സമരം നടത്താൻ വേണ്ടി തൊഴിലാളികൾ രൂപീകരിച്ച സംഘങ്ങളാണ് സോവിയറ്റുകൾ. റഷ്യയിൽ സമരം നടത്താൻ വേണ്ടി തൊഴിലാളികൾ രൂപീകരിച്ച സംഘങ്ങൾ അറിയപ്പെട്ടത് സോവിയറ്റുകൾ എന്നാണ്. ഓക്കെ, ഇനി റഷ്യയിലെ നിയമനിർമ്മാണ സഭയാണ് ദ്യൂമ. ചോദിച്ചിട്ടുണ്ട്. റഷ്യയിലെ നിയമനിർമ്മാണ സഭ അറിയപ്പെട്ടത് ദ്യൂമ എന്നാണ്. ദ്യൂമ അല്ലെങ്കിൽ ഡ്യൂമ. റഷ്യയിലെ നിയമനിർമ്മാണ സഭ ദ്യൂമയാണ്. ഓക്കെ, റഷ്യൻ വിപ്ലവ സമയത്തെ ചക്രവർത്തി ആരാന്ന് PSC ചോദിക്കാറുണ്ട്. റഷ്യൻ വിപ്ലവ സമയത്തെ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമനാണ്. റഷ്യൻ വിപ്ലവ സമയത്തെ ചക്രവർത്തി ആരായിരുന്നു? നിക്കോളാസ് രണ്ടാമൻ. ഓക്കെ, ഇനി റഷ്യയിൽ സാർ ചക്രവർത്തിമാരുടെ ഭരണം അവസാനിപ്പിച്ച വിപ്ലവം ഫെബ്രുവരി വിപ്ലവമാണ്. റഷ്യയിൽ സാർ ചക്രവർത്തിമാരുടെ ഭരണം അവസാനിപ്പിച്ച വിപ്ലവം അറിയപ്പെട്ടത് ഫെബ്രുവരി വിപ്ലവം എന്നാണ്. വർഷം 1917 മാർച്ച് 8. റഷ്യയിൽ സാർ ചക്രവർത്തിമാരുടെ ഭരണം അവസാനിപ്പിച്ച വിപ്ലവമാണ് ഫെബ്രുവരി വിപ്ലവം.
മാർച്ച് 8 ഫെബ്രുവരി വിപ്ലവം നടന്നത്. ഫെബ്രുവരി വിപ്ലവം നടന്നത് മാർച്ചിലാണ്. ഓക്കെ, 1917 മാർച്ച് 8 ഫെബ്രുവരി വിപ്ലവം നടന്നത്. ഇനി എന്താണ് ഈ ഫെബ്രുവരി വിപ്ലവം? റഷ്യയിലെ ചക്രവർത്തിയായ നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും തൽസ്ഥാനത്തേക്ക് മെൻഷെവിക്കുകളുടെ നേതാവായ അലക്സാണ്ടർ കെരൻസ്കി ഒരു താൽക്കാലിക ഗവൺമെന്റിന് രൂപീകരിക്കുകയും ചെയ്ത സംഭവമാണ് ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുന്നത്. എന്താണ്? റഷ്യയിലെ ചക്രവർത്തിയായ നിക്കോളാസ് രണ്ടാമൻ സ്ഥാനം ഒഴിയുകയും തൽസ്ഥാനത്തേക്ക് മെൻഷെവിക്കിൻ്റെ നേതാവ്, നമ്മൾ പറഞ്ഞു മെൻഷെവിക്കിൻ്റെ നേതാവായിരുന്നു കെരൻസ്കി, മെൻഷെവിക്കുകളുടെ നേതാവായ അലക്സാണ്ടർ കെരൻസ്കി ഒരു താൽക്കാലിക ഗവൺമെൻറ് രൂപീകരിക്കുകയും ചെയ്ത സംഭവത്തെയാണ് ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുന്നത്. ഒരു താൽക്കാലിക ഗവൺമെൻറ് രൂപീകരിച്ച സംഭവമാണ് കെരൻസ്കിയുടെ നേതൃത്വത്തിൽ. അതാണ് ഫെബ്രുവരി വിപ്ലവം. വർഷം 1917 മാർച്ച് 8. ഓക്കെ, ഫെബ്രുവരി വിപ്ലവത്തെ തുടർന്ന് സ്ഥാനഭ്രഷ്ടനായ റഷ്യൻ ചക്രവർത്തി ആരാണ്? നിക്കോളാസ് രണ്ടാമനാണ്. ഫെബ്രുവരി വിപ്ലവത്തെ തുടർന്ന് സ്ഥാനഭ്രഷ്ടനായ റഷ്യൻ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമൻ. ഫെബ്രുവരി വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അലക്സാണ്ടർ കെരൻസ്കി. അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ താൽക്കാലിക ഗവൺമെൻറ് രൂപീകരിച്ച സംഭവമാണ് ഫെബ്രുവരി വിപ്ലവം. അപ്പോൾ ഫെബ്രുവരി വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് അലക്സാണ്ടർ കെരൻസ്കി. അപ്പോൾ ഫെബ്രുവരി വിപ്ലവത്തിലൂടെ റഷ്യയിലെ ഒരു താൽക്കാലിക ഗവൺമെൻറ് അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ വന്നു. പക്ഷേ ഈ റഷ്യയിലെ താൽക്കാലിക ഗവൺമെൻറ്റിനെ ശക്തമായി എതിർത്ത ബോൾഷെവിക് നേതാവായിരുന്നു ലെനിൻ. റഷ്യയിൽ വന്ന അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ വന്ന താൽക്കാലിക ഗവൺമെൻറ്റിനെ ശക്തമായി എതിർത്ത ബോൾഷെവിക് നേതാവ് ആരായിരുന്നു? ലെനിൻ. ബോൾഷെവിക് നേതാവായിരുന്നു ലെനിൻ. ഓക്കെ, ഇനി ഒക്ടോബർ വിപ്ലവം എന്താണെന്ന് നോക്കാം. ഫെബ്രുവരി വിപ്ലവം നമ്മൾ പറഞ്ഞു എന്താന്ന്. ഇനി അടുത്തത് ഒക്ടോബർ വിപ്ലവം. ഫെബ്രുവരി വിപ്ലവവും ഒക്ടോബർ വിപ്ലവമൊക്കെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് PSC ചോദിക്കാറുണ്ട്. രണ്ടും റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഇനി ഒക്ടോബർ വിപ്ലവം എന്താണ്? മെൻഷെവിക്കുകളുടെ നേതാവായ കെരൻസ്കിക്ക് എതിരെ, അലക്സാണ്ടർ കെരൻസ്കിക്ക് എതിരെ ബോൾഷെവിക്കുകൾ നടത്തിയ സായുധ കലാപത്തെയാണ് ഒക്ടോബർ വിപ്ലവം എന്ന് പറയുന്നത്. ലെനിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടത്തിയ സായുധ കലാപമാണ് ഒക്ടോബർ വിപ്ലവം. മെൻഷെവിക്കുകളുടെ നേതാവായ അലക്സാണ്ടർ കെരൻസ്കിക്കെതിരെ ബോൾഷെവിക്കുകൾ നടത്തിയ സായുധ കലാപമാണ് ഒക്ടോബർ വിപ്ലവം. ഓക്കെ, ഒക്ടോബർ വിപ്ലവത്തെ തുടർന്ന് നാട് വിട്ടുപോയ മെൻഷെവിക് നേതാവാണ് അലക്സാണ്ടർ കെരൻസ്കി. ഒക്ടോബർ വിപ്ലവത്തെ തുടർന്നിട്ട് മെൻഷെവിക് നേതാവായ അലക്സാണ്ടർ കെരൻസ്കിക്ക് നാട് വിടേണ്ടി വന്നു. ഒക്ടോബർ വിപ്ലവത്തെ തുടർന്ന് നാട് വിട്ടുപോയ മെൻഷെവിക് നേതാവാരാണ്? അലക്സാണ്ടർ കെരൻസ്കി. ഒക്ടോബർ വിപ്ലവത്തെ തുടർന്ന് റഷ്യയിൽ അധികാരത്തിൽ വന്നത് പിന്നെ ബോൾഷെവിക് ഗവൺമെൻറ്റാണ്. ഒക്ടോബർ വിപ്ലവത്തെ തുടർന്ന് റഷ്യയിൽ അധികാരത്തിൽ വന്നത് ബോൾഷെവിക് ഗവൺമെൻറ്. ഓക്കെ, റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ കാരണം റഷ്യൻ വിപ്ലവമാണ്. PSC ചോദിച്ചതാണ്. റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ കാരണം എന്താണ്? റഷ്യൻ വിപ്ലവമാണ്. ഓക്കെ, റഷ്യയിലെ സോവിയറ്റ് എല്ലാം കൂടി ചേർന്ന് USSR രൂപീകൃതമായ വർഷം 1922. റഷ്യയിലെ പല സോവിയറ്റ് എല്ലാം കൂടി ചേർന്നിട്ട് USSR രൂപീകൃതമായ വർഷം 1922. USSR രൂപീകൃതമായ വർഷം 1922. USSR യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്നാണ് ഫുൾ ഫോം. USSRൻ്റെ ഫുൾ ഫോം യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്. യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് USSR 1922 രൂപീകൃതമായത്. ഓക്കെ, സോവിയറ്റ് യൂണിയനിൽ പുതിയ ഭരണഘടന നടപ്പിലാക്കിയ വർഷം 1924. സോവിയറ്റ് യൂണിയൻ പുതിയ ഭരണഘടന നടപ്പിലാക്കിയ വർഷം 1924. ഓക്കെ, ഇനി റഷ്യൻ ചക്രവർത്തിമാരുടെ ഭരണകാലഘട്ടത്തിലെ ഒരു യഥാർത്ഥ സംഭവത്തെ അധികരിച്ച് നിർമ്മിച്ച നിശബ്ദ ചിത്രത്തിൻ്റെ പേരാണ് ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകിൻ. എന്താണ്? ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകിൻ. റഷ്യൻ ചക്രവർത്തിമാരുടെ ഭരണകാലഘട്ടത്തിലെ ഒരു യഥാർത്ഥ സംഭവത്തെ അധികരിച്ച് നിർമ്മിച്ച നിശബ്ദ ചിത്രമാണ് ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകിൻ. ഈ ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകിൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് സെർഗി ഐസൻസ്റ്റീൻ ആണ്. ഇത് ചോദിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകിൻ എന്ന ചലച്ചിത്ര സംവിധാനം ചെയ്തത് സെർഗി ഐസൻസ്റ്റീൻ ആണ്. സെർഗി ഐസൻസ്റ്റീൻ ആണ് ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകിൻ എന്ന സിനിമ സംവിധാനം ചെയ്തത്. അതായത് ആ സമയത്ത് കരിങ്കടലിലെ റഷ്യൻ യുദ്ധക്കപ്പലിലായ പൊട്ടൻകിനിൽ തൊഴിലാളികൾ നടത്തിയ ഒരു കലാപം ആവിഷ്കരിച്ചുകൊണ്ടാണ് ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകിൻ എന്ന സിനിമ സെർഗി ഐസൻസ്റ്റീൻ സംവിധാനം ചെയ്തത്. ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകിൻ. കരിങ്കടലിലെ റഷ്യൻ യുദ്ധക്കപ്പലായ പൊട്ടൻകീനിൽ തൊഴിലാളികൾ നടത്തിയ ഒരു കലാപം യഥാർത്ഥ സംഭവമാണ്. അതിനെ ആവിഷ്കരിച്ചുകൊണ്ട് നടത്തിയ നടത്തിയൊരു സിനിമയാണ് ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകിൻ. ഇത് സംവിധാനം ചെയ്തത് ചോദിച്ചിട്ടുണ്ട്, സെർഗി ഐസൻസ്റ്റീൻ ആണ്. സെർഗി ഐസൻസ്റ്റീൻ. ഓക്കെ,
ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസങ്ങൾ എന്നത് ആരുടെ പുസ്തകമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസങ്ങൾ എന്ന പുസ്തകം ജോൺ റീഡിൻ്റെതാണ്. ജോൺ റീഡിൻ്റെതാണ് ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസങ്ങൾ എന്ന പുസ്തകം. ജോൺ റീഡിൻ്റെ ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസങ്ങൾ എന്ന പുസ്തകത്തെ ആധാരമാക്കിയിട്ടാണ് സെർഗി ഐസൻസ്റ്റീൻ ആ സിനിമ, അതായത് ബാറ്റിൽഷിപ്പ് പൊട്ടൻകീൻ എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത്. ജോൺ റീഡിൻ്റെ ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസങ്ങൾ എന്ന പുസ്തകത്തെ ആധാരമാക്കിയിട്ടാണ് സെർഗി ഐസൻസ്റ്റീൻ ബാറ്റിൽഷിപ്പ് പൊട്ടൻകീൻ എന്ന സിനിമ സംവിധാനം ചെയ്തത്. ഓക്കെ, ഇനി അമ്മ എന്ന റഷ്യൻ നോവൽ എഴുതിയത് മാക്സിം ഗോർക്കിയാണ്. ചോദിക്കാറുള്ളതാണ്. അമ്മ എന്ന റഷ്യൻ നോവൽ എഴുതിയത് മാക്സിം ഗോർക്കി. അമ്മ എന്ന റഷ്യൻ നോവൽ എഴുതിയത് മാക്സിം ഗോർക്കിയാണ്. 20-ാം നൂറ്റാണ്ടിലെ റഷ്യയുടെ അവസ്ഥയെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്ന ഒരു നോവലാണ് മാക്സിം ഗോർക്കിയുടെ അമ്മ. 20-ാം നൂറ്റാണ്ടിലെ റഷ്യയുടെ അവസ്ഥയെ പറ്റിയിട്ടൊക്കെ പ്രതിപാദിക്കുന്ന ഒരു നോവലാണ് മാക്സിം ഗോർക്കിയുടെ അമ്മ. ഓക്കെ, ഞങ്ങൾ തൊഴിലാളികളാണ്. കുട്ടികളുടെ കളിപ്പാട്ടം മുതൽ കൂറ്റൻ യന്ത്രങ്ങൾ വരെ സർവ്വതും നിർമ്മിക്കുന്നത് ഞങ്ങളുടെ അധ്വാനം കൊണ്ടാണ് എന്ന വാചകം മാക്സിം ഗോർക്കിയുടെ അമ്മ എന്ന നോവലിൽ നിന്നുള്ളതാണ്. ചോദിച്ചതാണിത് PSC. ഞങ്ങൾ തൊഴിലാളികളാണ്. കുട്ടികളുടെ കളിപ്പാട്ടം മുതൽ കൂറ്റൻ യന്ത്രങ്ങൾ വരെ സർവ്വതും നിർമ്മിക്കുന്നത് ഞങ്ങളുടെ അധ്വാനം കൊണ്ടാണ്. ഈ വാചകം മാക്സിം ഗോർക്കിയുടെ അമ്മ എന്ന നോവലിൽ നിന്നുള്ളതാണ്. ഓക്കെ, PSC ചോദിച്ചതാണേ. ഇനി റഷ്യയിൽ ലെനിൻ്റെ മരണശേഷം റഷ്യൻ ഭരണാധികാരിയായത് ജോസഫ് സ്റ്റാലിനാണ്. റഷ്യയിൽ ലെനിൻ്റെ മരണശേഷം റഷ്യൻ ഭരണാധികാരിയായത് ആരാണ്? ജോസഫ് സ്റ്റാലിനാണ്. 1924 USSRൽ ഭരണത്തിൽ വന്ന ശക്തനായ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാലും ഉത്തരം ജോസഫ് സ്റ്റാലിനാണ്. 1924 USSRൽ ഭരണത്തിൽ വന്ന ശക്തനായ ഭരണാധികാരി ആരാണ്? ജോസഫ് സ്റ്റാലിനാണ്. ഓക്കെ, ഇനി ലോകത്തിൽ ആദ്യമായി പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് ജോസഫ് സ്റ്റാലിൻ. ചോദിച്ചിട്ടുണ്ട്. ലോകത്തിൽ ആദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ്? ജോസഫ് സ്റ്റാലിനാണ്. ഇന്ത്യ പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് USSRൽ നിന്നാണ്. ഇന്ത്യ പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് USSRൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ റഷ്യയിൽ ലെനിൻ്റെ മരണശേഷം റഷ്യൻ ഭരണാധികാരിയായത് ജോസഫ് സ്റ്റാലിനാണ്. 1924 USSRൽ ഭരണത്തിൽ വന്ന ശക്തനായ ഭരണാധികാരിയാണ് ജോസഫ് സ്റ്റാലിൻ. ലോകത്തിൽ ആദ്യമായി പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് ജോസഫ് സ്റ്റാലിൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് PSC ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.